പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ കണ്ടിട്ടേ പോവൂ എന്നുള്ള ആ ഒരു വാശിയിൽ തന്നെ നിൽക്കുകയായിരുന്നു അനി. അങ്ങനെ പിന്നീട് നന്ദുവിനെ കാണുകയും നന്ദുവിനെ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നന്ദു നവീൻ കൊടുത്ത ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ അണിയിച്ച് തന്നതാണ്, വളരെയധികം ഇഷ്ടത്തോടെയും ഒക്കെയാണ് നവീനേട്ടൻ ഇതെനിക്ക് അണിയിച്ച് തന്നത്. കാരണം ഞാൻ അത്രയ്ക്കും സഹായങ്ങൾ നവീനേട്ടന് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനുള്ളൊരു സന്തോഷമായിട്ട് എനിക്ക് തന്നതാണ് ഈ വിലപ്പെട്ട മോതിരം. ഇത് എനിക്ക് വളരെയധികം വിലപ്പെട്ടത് തന്നെയാണ്. ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്കത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അനി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു ചിന്തിക്കുന്നുണ്ട്, ഇവനിതെന്തു പറ്റി, പെട്ടെന്ന് അങ്ങ് പോയല്ലോ, ഇനി കുശുമ്പങ്ങാനും തോന്നിയിട്ടുണ്ടാവുമോ ഞാനിങ്ങനെ നവീനേട്ടൻ തന്നതാണെന്ന് പറഞ്ഞപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചിന്ത നന്ദുവിൻ്റെ മനസ്സിലോട്ട് വരികയാണ്. അങ്ങനെ അതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീൻ്റെ മുത്തശ്ശനാണെങ്കിൽ മൂർത്തി മുത്തശ്ശനെ വിളിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, ഒരുപാട് നാളായാലോ നമ്മൾ കണ്ടിട്ട് സംസാരിച്ചിട്ട്, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താടോ താൻ പറ, ഒരുപാട് കാലമായി, പിന്നെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ താൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ അതിൻ്റെ ഓരോ തിരക്കിലായിരുന്നു. ഞങ്ങളെ പ്രധാന ശത്രുവിനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കണമെന്നുള്ള ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ആരെയും വിളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും ഒന്നും അല്ലായിരുന്നു, അതുകൊണ്ടാടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവീൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലാകും, അതാണല്ലോ തന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. പിന്നെ ഈ ഒരു ടെൻഷനിൻ്റെ ഇടയിലും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം ചോദിക്കാനും പറയാനുമാണ് ഞാൻ വിളിച്ചത്. എൻ്റെ കൊച്ചുമകൻ്റെ കാര്യം തന്നെയാണ്. അവനെ ഇനി ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അവന്തിക മോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അവളെ ഞാൻ ഈയിടെ അടുത്ത് കണ്ടു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്ക് കുട്ടികളെ അങ്ങ് ചേർത്ത് വെച്ചാലോ, കുടുംബങ്ങൾ, നമ്മുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കൂടുതൽ ഒന്ന് ചേർന്നാലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശനാണെങ്കിൽ വളരെയധികം സന്തോഷമാവുന്നുണ്ട്. എടോ, താനീ പറഞ്ഞ കാര്യം എനിക്ക് എത്ര സന്തോഷം ഉള്ള കാര്യമാണെന്ന് അറിയാമോ? കാരണം നിൻ്റെ കുടുംബവുമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടായാൽ നമ്മുടെ ബന്ധം അത്രയ്ക്കും ദൃഢമാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ബന്ധം നടക്കുന്നതിൽ എനിക്ക് താല്പര്യമുള്ളൂ. അവന്തിക മോൾക്കും എന്തായാലും സമ്മതം ഉണ്ടാവും. കാരണം നിന്നെപ്പോലുള്ള ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുടെ കൊച്ചുമകൻ്റെ ഭാര്യയാവുക എന്നുള്ളത് ഏത് കുട്ടിയുടെയും ഒരു ആഗ്രഹം ആവുമല്ലോ. അതുകൊണ്ട് ഇതുമായിട്ട് ഞാൻ കൊച്ചുമോളോട് ചോദിച്ചിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. എനിക്ക് വളരെയധികം സന്തോഷമായടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ നവീൻ്റെ മുത്തശ്ശനും പറയുന്നുണ്ട്, തന്നോട് ഇത് അവതരിപ്പിക്കുമ്പോൾ തൻ്റെ പ്രതികരണം എന്താവുമെന്ന് അറിയില്ല. കാരണം ആർക്കും ഏത് മുത്തശ്ശനും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ, കൊച്ചുമക്കളുടെ കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴേ എനിക്ക് സമാധാനമായത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെന്തിനാണ് നീ ടെൻഷൻ അടിക്കുന്നത്, നിൻ്റെ കുടുംബം അത്രയും ഹൈ പദവിയിലിരിക്കുമ്പോൾ നീ എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം. കാരണം നിന്നോടൊപ്പം എപ്പോഴും കൂട്ടുകൂടാനും കൂടുതൽ അടുക്കാനും എനിക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുള്ളതൊക്കെ നിനക്കറിയാലോ. അത്രയ്ക്കും എൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആത്മസുഹൃത്തല്ലേ, അവരുടെ കുടുംബവുമായിട്ട് ബന്ധം കൂടുന്നത് നല്ല കാര്യമല്ലേടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇതുമായി നമുക്ക് മുന്നോട്ട് പോകാം, എൻ്റെ കൊച്ചുമകളെ വന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ വയ്ക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇക്കാര്യത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കുന്നത് നമ്മുടെ അനിയോടാണ്. അങ്ങനെ അനിയോട് സംസാരിക്കുന്ന സമയത്ത് അനിക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയെങ്കിലും അവന്തികയുടെയും അതുപോലെ തന്നെ നവീൻ്റെയും കല്യാണം നടത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ്. എന്നാൽ പിന്നെ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് ഒഴിവായി കിട്ടുമല്ലോ. അതുകൊണ്ട് ഈ ബന്ധത്തിന് കഴിഞ്ഞാണിട്ടേ പറ്റുകയുള്ളൂ. മുത്തശ്ശൻ്റെ കൂടെ നിന്നിട്ട് അവനെ ഇതിലേക്ക് വരുത്തണം, അവൻ്റെ മുത്തശ്ശനെയും സോപ്പിട്ടിട്ട് വരുത്തണം, എന്നാൽ പിന്നെ എൻ്റെ ടെൻഷനെല്ലാം ഒഴിവായി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നത്, നീ എന്താടോ ആലോചിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഒന്നുമില്ല, നല്ല കാര്യമല്ലേ, എൻ്റെ ഉറ്റ സുഹൃത്തല്ലേ, എൻ്റെ ഉറ്റ സുഹൃത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അവന്തിക മോളെ ആലോചിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കാമെന്ന് കരുതിയത്. കാരണം നിൻ്റെ ഏറെ അടുത്ത ചങ്ങാതിയാണല്ലോ, അതുകൊണ്ട് തന്നെ നീ പറഞ്ഞാൽ അവൻ കേൾക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ബന്ധം എനിക്കും അതുപോലെ തന്നെ എൻ്റെ ഉറ്റ സുഹൃത്തിനും വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതെന്തായാലും നമുക്ക് നടത്താൻ മനി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങ് സന്തോഷമാവുകയാണ്. എങ്ങനെയെങ്കിലും നടന്നു കിട്ടിയാൽ നന്ദവും താനും സേഫ് ആകും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അനി നിൽക്കുന്നത്.